ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. എവിടെ പോണേന്നറിയോ? ഞങ്ങളുടെ പാരന്റ്സ് വരാണ്. ചായന്റെ പപ്പയും മമ്മിയും വരാണ്. സിരുമൂടെ അപ്പാപ്പന്റെ അമ്മാമ്മയും വരികയാണ്. ഓക്കെ, ഞങ്ങളെ ഇറങ്ങാനുള്ളൂ. അവിടെ പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് ഇറങ്ങി ലാൻഡ് ചെയ്തു. ഞങ്ങള് ഇറങ്ങാൻ പോണുള്ളൂ. ഇവിടുന്ന് അധികം സമയമില്ല, 15 മിനിറ്റ്. ഞങ്ങക്ക് 10 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തും. കുറെ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യണതായിരുന്നു. ഇപ്പോഴാണ് തന്നെ അവസരം ഒത്തു വന്നത്. അപ്പൊ അവര് എയർപോർട്ടിൽ ഇറങ്ങി. ഞങ്ങൾ അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ജസ്റ്റ് 10-15 മിനിറ്റ് കാണിക്കണം. അപ്പാപ്പനും അമ്മാമ്മേന്റെയും അമ്മമ്മയും വരണേന്റെ ഗമ്മ. ഉറക്കത്തിന്ന് ആളെ എണീറ്റിരിക്കുകയാണ്. കുറെ നാളെ ഈ ഒരു സമയത്ത് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ആര് വന്നത്? ചെറുബേബിയുടെ ആര് വന്നേ? അപ്പാപ്പനും അമ്മാമ്മയും വരിക. ഉറക്കത്തിന്ന് എണീറ്റുണ്ട്. ക്ഷീണത്തിലാണ്. ഈ നേരത്തെ അവള് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഈ സമയത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ. ടെർമിനൽ 1 ആണ്. ഇത് കാർഗോ ആണ്. കാർഗോ ഞാനിവിടെ ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും സേറമോളെ കൊണ്ടുവന്നപ്പോഴും ഞങ്ങൾ വന്നത് രണ്ടായാലും ഫ്ലൈ ദുബായിലാണ്. പപ്പയമ്മ വരണത് എമിറേറ്റ്സിലാണ്. ഇതാണ് ടെർമിനൽ 1. പപ്പയമ്മ വരണത് ടെർമിനൽ 3ലാണ്. ടെർമിനൽ 3 ഭയങ്കര വലിയതാണ്. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് മാത്രമേ അതിൽ വരുള്ളൂ. ടെർമിനൽ 3ല് എത്തിട്ടോ. അപ്പൊ ഞങ്ങള് പാർക്കിങ്ങിലാണ്. പപ്പയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഞങ്ങള് പ്ലക്കാർഡും റോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ടെർമിനൽ 3 അറൈവൽ. സേറു, അപ്പാപ്പന്റെ അമ്മാമ എവിടെ പോയി കാണാനില്ലല്ലോ. സ്റ്റാർബക്സിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ അവര് വിളിച്ചതിനിപ്പോ വെൽക്കം. അമ്മയെന്ന് വെച്ചിട്ട് വേണ്ട അമ്മാമ്മക്ക് എത്ര മിനിറ്റെന്നറിയാമോ? 100 മതി മതിയാ. പാപ്പയ്ക്ക് കൊടുക്ക.
പേടിയാണ്, കുഴപ്പമില്ല. ജീവി ആരാ ആരാ എന്തായാലും എനിക്ക് പയറുന്നത്. ഇവിടെ എമിഗ്രേഷനിൽ നിന്ന് സിമ്മൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാൾക്കും. അതുകൊണ്ട് നമുക്ക് പുതിയ സിമ്മൊന്നും എടുക്കണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചോണ്ടിരുന്നേ. അതൊക്കെ ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ചേരമോക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. മമ്മീനെ ഇവരൊക്കെ ഇങ്ങനെ വീഡിയോയില് കാണണ്ടല്ല, അപ്പൊ അതുകൊണ്ട് ഇല്ല, കുഴപ്പമൊന്നുമില്ല. മുട്ടെത്തി മുട്ടെടുത്ത് മുട്ടെത്തി മുട്ടാണിത്. ഇപ്പൊ അങ്ങടെ എത്തിയുള്ളൂ. ആ വണ്ടി വണ്ടി പപ്പയും മമ്മി ആദ്യമായിട്ട് കാണുന്നതല്ലേ. 15 മിനിറ്റ്സിൽ കൂടുതലായതുകൊണ്ട് 30 മിനിറ്റ്സിൽ കൂടുതലായ ചായ 30 മിനിറ്റ്സിന് അമ്മാമ്മയുടെ അടുത്ത് വിശേഷം പറയാണ്. ഹലോ ഒക്കെ മണ്ണുണ്ടല്ലേ അവിടെ, ഒക്കെ മണ്ണുണ്ട്. ഇതാണ് ദുബായ്. ഒങ്ങിക്കോ ഒങ്ങിക്കോ. ആദ്യത്തെ ഇവളെല്ലാം കാണണ്ടല്ലേ, എല്ലാം കാണണ്ടല്ലേ. അല്ലെങ്കിലും മിണ്ടിച്ചോളും, ആരും മിണ്ടാതിരുന്നാലും മിണ്ടിച്ചോളും. കൊച്ചു വണ്ടി ഓടിക്കാണ്. കൊച്ചു വണ്ടി ഓടിച്ചേ. നമ്മുടെ തേമണ്ടി തേൻവണ്ടി. വിശേഷം ചോദിച്ചാന്നോ? വിശേഷം ചോദിച്ചാണോ ചെറുമോള്? ആരെന്നിട്ട് കേക്കണേ? തേമണ്ടി ഞാനൊന്നുമില്ല. അമ്മാമ്മയുടെ അടുത്ത് എത്തിയ ഒരു സോക്സ് എന്തേ? എന്താ നോട്ടം? നമ്മള് ഫ്ലാറ്റ് കാണിച്ചു കൊട്ടെ. പപ്പ വീട്ടിലെത്തിയപ്പോ പറഞ്ഞത് അവർക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ക്രൂ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എൻ്റെ ഒരു ഉറക്കത്തിലായിരുന്നു. റീച്ചിങ് ഫോർ ദ സ്റ്റാർസ്.
മമ്മി ഉറക്കത്തിലായിരുന്നു. അപ്പൊ ചോദിച്ചിരിക്കണ്ട് ഫോട്ടോ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടാ. സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തു വെച്ചു. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ഫ്രീസറിലൊക്കെ ഉള്ളത് പെട്ടെന്ന് കൊച്ചിൻ കരച്ചിലായിരുന്നു. അപ്പൊ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാം, ഓരോന്നായിട്ട്. ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ.